Okay students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ സെറ്റ് എന്താണെന്ന് പറഞ്ഞു, പല ടൈപ്പിലുള്ള സെറ്റ് നമ്മൾ കണ്ടു. അത് മാത്രമല്ല നമ്മളൊരു സെറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നും പഠിച്ചു. രണ്ട് ഫോമുണ്ട്, ഒന്ന് റോസ്റ്റർ ഫോം, സെക്കൻഡ് സെറ്റ് ബിൽഡർ ഫോം. അറിയാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 4 കാര്യം മാത്രം പഠിക്കുന്നു. അപ്പോൾ ഞാൻ എന്നും പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു നോട്ട്ബുക്കും ഒരു പേനയും വച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് കുറിച്ചെടുക്കുക. കണക്കുകൾ വരുമ്പോൾ ചെയ്യുക, ബുക്കിൽ ചെയ്യുക, ചെയ്ത് തന്നെ 2 പ്രാവശ്യം പേപ്പറിൽ ചെയ്യുക, അത് കൊണ്ടുവരികയും ചെയ്യുക. ഓക്കെ, പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സബ് എന്ന് വെച്ചാൽ ആക്ച്വലി സബ്സെറ്റ് മീൻസ്, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ ഇ ഐ ഒ യു എന്നിരിക്കട്ടെ. എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് എയും ഇയും ഐയും ഒയും യുവും. അത് മാത്രമല്ല, ബി എന്ന് പറയുന്ന ഒരു സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് ആണ് എയും യുവും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഈ ഒരു വലിയ സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും ഈ സെറ്റ്. കാരണം ഈ ബി എന്ന് പറയുന്ന ചെറിയ സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ട് ആണ് കാരണം. അങ്ങനെയാണ് എങ്കിൽ ഈ വലിയ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ഈ ബി. അങ്ങനെയാണ് എങ്കിൽ മാത്തമെറ്റിക്കലി നമുക്കിത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ഇതിനെ വായിക്കേണ്ടത് ബി സി എ എന്ന് വായിക്കരുത്. ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വലിയ സെറ്റിൻ്റെ ഒരു ചെറിയ സെറ്റാണ് ബി എന്ന് പറയണം. ഓക്കെ, ഇനി വേറൊന്ന് പറയാം. ഡി ഇസ് ഈക്വൽ ടു സെറ്റ് എ കോമ എം എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എം കോമ എൻ എന്നിരിക്കട്ടെ. എ പിന്നെ എം കോമ എൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് ഒരിക്കലും എയുടെ സബ്സെറ്റ് ആവില്ല. കാരണം ആൾ എലമെൻറ്റ്സ് ഓഫ് ഡി ഇസ് നോട്ട് ഇൻ എ. ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡി നോട്ട് സബ്സെറ്റ് ഓഫ് എ. ഡി എന്ന് പറയുന്നത് എയുടെ ഒരു സബ്സെറ്റ് അല്ല. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് സബ്സെറ്റ്. സബ്സെറ്റ് മീൻസ് ഒരു വലിയ സെറ്റിൻ്റെ ചെറിയ സെറ്റാണ് സബ്സെറ്റ്. എയും എയുടെ സബ്സെറ്റാണ് ബി എന്ന് പറയണമെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എയിൽ കാണണം. ഇവിടെ ബിക്കകത്ത് എയും യുവും ഉണ്ട്. ആൾ എലമെൻറ്റ്സ് ഓഫ് ബി ഈസ് പ്രസൻറ്റ് ഇൻ എ. ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുണ്ട്. സോ ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. എയുടെ സബ്സെറ്റാണ് ബി. ഡി ഇസ് ഈക്വൽ ടു സെറ്റ് എ എം എൻ. ഡി ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് എ. കാരണം ഡി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എക്കകത്തില്ല. നിങ്ങൾക്ക് സാറേ ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്, പക്ഷേ എമ്മും എന്നും ഇല്ല. എല്ലാം വരണം. ഡി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും എയിലില്ല. സോ ഡി ഈസ് നോട്ട് സബ്സെറ്റ് ഓഫ് എ. ഇത് വായിക്കേണ്ടത് സബ്സെറ്റ്, ഇത് നോട്ട് സബ്സെറ്റ്. അപ്പം ഈ 2 കാര്യം ബുക്ക് എഴുതുക, പഠിക്കുക. ഓക്കെ, എന്ന് പറയാം. ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ഇതിനെ വായിക്കേണ്ടത് ബി സബ്സെറ്റ് ഓഫ് എ. അറിയാൻ വയ്യാത്തവർ ബുക്കിൻ്റെ ഭാഗത്ത് എഴുതിക്കോണം. ദിസ് ഈസ് കാൾഡ് സബ്സെറ്റ്. ഇതാണ് സബ്സെറ്റ്, മറന്നു പോരുത്. സബ്സെറ്റിന് വായിക്കേണ്ടത് സബ്സെറ്റ്. ഓക്കെ, ബി സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, ഡി നോട്ട് സബ്സെറ്റ് ഓഫ് എ. മനസ്സിലായല്ലോ?
ഓക്കെ. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് സബ്സെറ്റുമായിട്ട് ബന്ധമുള്ള 2 കാര്യം കൂടെ പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെറ്റുണ്ട് എ = സെറ്റ് 1, 2 എന്നിരിക്കട്ടെ. പരീക്ഷയ്ക്ക് ചോദിക്കും റൈറ്റ് ആൾ സബ്സെറ്റ് ഓഫ് എ എന്ന് ചോദിക്കും. എ = സെറ്റ് 1, 2 അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റും എഴുതുക എന്ന് ചോദിക്കും. നമ്മൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് നൾ സെറ്റ് ഈസ് ദ, നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട് നൾ സെറ്റ്. നൾ സെറ്റ് മീൻസ് എ സെറ്റ് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ്സ്. ഒരു സെറ്റിനകത്ത് ഒരു എലമെൻറ്റും ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് നൾ സെറ്റ്. നമ്മൾ സബ്സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഓർക്കേണ്ട പോയിന്റ് 1 നൾ സെറ്റ് ഈസ് ദ, നൾ സെറ്റ് ഈസ് ദ എഴുതിക്കോണം. നൾ സെറ്റ് ഈസ് ദ subset of, null set is the subset of, null set is the subset of all set. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് നൾ സെറ്റ് ആണ്. ഫസ്റ്റ് പോയിന്റ് നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ആൾ സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് നൾ സെറ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ആൾ സെറ്റ്. ആൾ സെറ്റ് എല്ലാ സെറ്റുകളും, ആൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ആൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ആൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഈ 2 പോയിന്റ് പഠിക്കുക. അപ്പോൾ എന്താ പറയാം, നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ആൾ സെറ്റ്, കൂടാതെ ആൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റുകളും ആ സെറ്റിൻ്റെ സബ്സെറ്റാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോണം. റൈറ്റ് ആൾ ദി സബ്സെറ്റ് ഓഫ് എ. ക്വസ്റ്റ്യൻ റൈറ്റ് ആൾ ദി സബ്സെറ്റ് ഓഫ് എ = സെറ്റ് 1, 2. ഓക്കെ, നോക്കിയിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് വേണം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് സെറ്റ്. അപ്പോൾ ഒരെണ്ണം കിട്ടി, നൾ സെറ്റ് കോമ. ഇനി എഴുതേണ്ടത് ഇതിനകത്തുള്ള നമ്പർ നോക്കണം, 1ഉം 2ഉം ആണ്. സോ ഫസ്റ്റ് നമ്പർ ഈസ് 1. 1 ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ഒരെണ്ണം കിട്ടി. അടുത്തത് 2. 2 ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. എണ്ണം കിട്ടി. നെക്സ്റ്റ് പോയിന്റ് ആൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റുകളും ആ സെറ്റിനോട് സബ്സെറ്റ് ആയിരിക്കും എന്ന് പറയുമ്പം കോമ സെറ്റ് 1, 2. ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ഇതിൻ്റെ മാർക്ക് 2 മാർക്കായിരിക്കും. ക്വസ്റ്റ്യൻ റൈറ്റ് ആൾ ദി സബ്സെറ്റ് ഓഫ് എ = സെറ്റ് 1, 2. ഫസ്റ്റ് നമ്പർ നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ആൾ സെറ്റ്. നൾ സെറ്റ് കോമ ഫസ്റ്റ് നമ്പർ 1, സെക്കൻഡ് നമ്പർ 2. ആൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ് 1, 2. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ആൾ ദി സബ്സെറ്റ് ഓഫ് ബി = സെറ്റ് ഓഫ് 1, 2, 3. ക്വസ്റ്റ്യൻ ഫൈൻഡ് ആൾ ദി സബ്സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3. ഫസ്റ്റ് നമ്പർ നൾ സെറ്റ്. ദെർഫോർ നൾ സെറ്റ് ഒരെണ്ണം കിട്ടി, നൾ സെറ്റ് കോമ. അടുത്തത് 1. അപ്പം സെറ്റ് 1 കോമ സെറ്റ് 2 കോമ സെറ്റ് 3. അടുത്ത ഗ്രൂപ്പ് ചെയ്യുക. സെറ്റ് 1, 2. സെറ്റ് 1, 2. നെക്സ്റ്റ് സെറ്റ് 2, 3. സെറ്റ് 1, 3. അപ്പോൾ അത് തീർന്നു. ഈ പോയിന്റ് നോക്കുക, ആൾ സെറ്റ്. ദെർഫോർ സെറ്റ് 1, 2, 3. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ
സബ്സെറ്റ് കാണാൻ പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് നൾ സെറ്റ് കോമ സെറ്റ് 1 കോമ സെറ്റ് 2 കോമ സെറ്റ് 3 ഗ്രൂപ്പ് ചെയ്യുക സെറ്റ് 1 കോമ 2 ഗ്രൂപ്പ് ചെയ്യുക സെറ്റ് 2 കോമ 3 ഗ്രൂപ്പ് ചെയ്യുക സെറ്റ് 1 കോമ 3 അടുത്തത് ആ സെറ്റ് 1 2 3 4 5 6 7 8 8 വരും. പഠിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സബ്സെറ്റ്. ഓക്കെ, അപ്പം സബ്സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സെറ്റ് ചോദിക്കും 2 ക്വസ്റ്റ്യനാണ്. സബ്സെറ്റ് എഴുതാൻ പഠിച്ചു, എന്താണെന്ന് പഠിച്ചു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, അടുത്ത പഠിക്കാനുള്ളത് നെക്സ്റ്റ് പോയിന്റ് ഇൻ്റർവെൽസ് ആസ് സബ്സെറ്റ് ഓഫ് ആർ റിയൽ നമ്പർ. ഓക്കെ, ഇൻ്റർവെൽസ് ഓഫ് സബ്സെറ്റ് ഓഫ് ആർ നിങ്ങൾ കണ്ടു കാണാം. ഇതിനെ വായിക്കേണ്ടത് ഫസ്റ്റ് പോയിന്റ് വായിക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് വായിക്കണം. ക്ലോസ്ഡ് ഇൻ്റർവെൽ അറിയാൻ വയ്യാത്തൊരു എഴുതിക്കോണം. ദിസ് ഈസ് കാൾഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഇതിനെ വായിക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി. അറിയാത്തൊരു എഴുതിക്കോണം. വായിക്കേണ്ടത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി. ദ ഡെഫിനിഷൻ ഓഫ് closed interval a comma b is a closed interval a comma b equal to set of all x such that a less than or equal to x less than or equal to b എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ മൊത്തം എന്ന് പറഞ്ഞാൽ, അതായത് ആക്ച്വലി ക്ലോസ്ഡ് ഇൻ്റർവൽ 1,3 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1,8 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 വരെ ഇതിനകത്തുള്ള നമ്പർ മാത്രം പോരാ, ആ നമ്പരും വേണം. ക്ലോസ്ഡ് ഇൻ്റർവൽ 1,8 മീൻസ് 1, 2 എക്സെട്ര ടു 8 വരെ. പഠിച്ചല്ലോ, അത് പഠിച്ചു. ഇനി അടുത്ത പഠിച്ചു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്, ഇതിന് വായിക്കേണ്ടത് ഇത് ക്ലോസ് ആണെങ്കിൽ ഇത് ഓപ്പൺ. വായിക്കേണ്ടത് ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി. ദ ഡെഫിനിഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി മീൻസ് എക്സ് സച്ച് ദാറ്റ് എക്സ് എ ലെസ് ദാൻ എക്സ് ദാൻ ബി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എയും ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ മൊത്തവും വരും. ഓപ്പൺ ഇൻ്റർവൽ 1,8 എന്ന് പറഞ്ഞാൽ 1ഉം 8ഉം ഇല്ല, ഇടയ്ക്കുള്ള 2, 3, 4, 5, 6, 7 വരെ. ക്ലോസ് ആണെങ്കിൽ 1 തൊട്ട് 8 വരെ 1ഉം 8ഉം വരും. 1ഉം 2ഉം 3ഉം 4ഉം 5ഉം തൊട്ട് 8 വരെ. ഓപ്പൺ ആണെങ്കിൽ 1ഉം 8ഉം ഇല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പർ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് പഠിച്ചു. അടുത്തത് തേർഡ്, വളരെ ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് എന്ന് പറയുന്നത് ഓപ്പൺ എ കോമ ബി ക്ലോസ്ഡ്. ക്ലോസ് നമുക്കറിയാം, ക്ലോസ്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ മീൻസ്, അതായത് ഇവിടെ ഓപ്പൺ ആണ്, അപ്പം എ ഇല്ല. ഇവിടെ ക്ലോസ് ആണ്, ബി ഉണ്ട്. അതായത് ആക്ച്വലി ഓപ്പൺ ഇൻ്റർവൽ 1,5 എന്ന് പറഞ്ഞാൽ, ക്ലോസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ വായിക്കേണ്ടത് ഓപ്പൺ ഇൻ്റർവൽ 1,5 ക്ലോസ് ഇൻ്റർവൽ. ദാറ്റ് മീൻസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് 1 ഇല്ല, 2, പിന്നെ 3, പിന്നെ 4, ഇവിടെ ക്ലോസ് ആണ്, അപ്പോൾ 5 ഉണ്ട്, 5. ഓക്കെ, പഠിച്ചല്ലോ. ലാസ്റ്റ് വൺ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ ഇൻ്റർവൽ. ഇവിടെ ക്ലോസ് ആയതുകൊണ്ട് എ ഉണ്ട്, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ബി ഇല്ല. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ 1,5 മീൻസ് ഓപ്പൺ ഇസ് ഈക്വൽ ടു, ഇവിടെ ക്ലോസ് ആണ്, അപ്പോൾ 1 ഉണ്ട്, 1, 2, 3, 4 ക്ലോസ് ഓപ്പൺ ആയതുകൊണ്ട് 5 ഇല്ല. കിട്ടിയല്ലോ. വായിക്കേണ്ടത് ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി. ഇവിടെ എയും ബിയും പിന്നെ ഇടയ്ക്കുള്ള നമ്പർ മൊത്തം വരും. ഇത് ഓപ്പൺ ഇൻ്റർവൽ എയും ബിയും ആണെങ്കിൽ എയും ബിയും ഇല്ല, ഇടയ്ക്കുള്ള നമ്പർ മാത്രമേ വരുള്ളൂ. ഇത് ഓപ്പൺ എ കോമ ബി ക്ലോസ് ഇൻ്റർവൽ. ഓപ്പൺ ആയതുകൊണ്ട് എ ഇല്ല, ഇടയ്ക്കുള്ള നമ്പരും ബി ഉൾപ്പെടെ. ഇവിടെ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ ഇൻ്റർവൽ. ഇവിടെ എ ഉണ്ട്,
ഇടയ്ക്കുള്ള നമ്പറെല്ലാം ഉണ്ട്, ബി ഇല്ല. കിട്ടിയല്ലോ. ഇതൊക്കെയാണ് സബ്സെറ്റ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. അടുത്ത പഠിക്കാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം വളരെ ഈസിയാണ്, വളരെ ഈസിയുള്ള ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. അപ്പോൾ സബ്സെറ്റ് പഠിച്ചു, ഇൻ്റർവെൽസ് പഠിച്ചു, ക്ലോസ് ഇൻ്റർവൽ പഠിച്ചു, ഓപ്പൺ ക്ലോസ്, ഇത് ക്ലോസ് ഓപ്പൺ. അടുത്തത് പവർ സെറ്റ് മീൻസ് പവർ സെറ്റിന് അതായത് ഇതിനെ വായിക്കേണ്ടത് പവർ സെറ്റ് ഓഫ് എ എന്ന് വായിക്കണം. പി ഓഫ് എ അല്ല, പവർ സെറ്റ് ഓഫ് എ. ദ ഡെഫിനിഷൻ ഓഫ് പവർ സെറ്റ് മീൻസ് ദ കളക്ഷൻ ഓഫ് ആൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റിൻ്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. പവർ സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പി ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ ഈക്വൽ ടു 2n. n ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ എ. പി മാറില്ല, എ മാറിക്കൊണ്ടിരിക്കും. എ ആവാം, ബി ആവാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 2. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പവർ സെറ്റ്? അല്ലെങ്കിൽ ചോദിക്കേണ്ടത് ഇതിനകത്ത് ഒരു എ ഇസ് ഈക്വൽ ടു 1, 2 കൊണ്ട് എത്ര പവർ സെറ്റ് കാണും? ഒന്നുമില്ല. നമ്മൾ ആദ്യം നമ്പർ ഓഫ് എ കാണണം. നമ്പർ ഓഫ് എ മീൻസ് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലിമെൻസിൻ്റെ എണ്ണം. നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം, ഇസ് ഈക്വൽ ടു 2n. n മീൻസ് നമ്പർ ഓഫ് എ 2. n മീൻസ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 1, 2 എണ്ണം ഉണ്ട്. അപ്പം ഇസ് ഈക്വൽ ടു 2 ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൻ്റെ പവർ സെറ്റിലെ എണ്ണം 4 ആണ്. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2 ആണ്. ഇതിൻ്റെ സബ്സെറ്റുകളുടെ കൂട്ടമാണ് പവർ സെറ്റ്. ദെയർഫോർ സബ്സെറ്റ് നമുക്കറിയാം, ഓർമ്മേണ്ട, നൾ സെറ്റ് ഉണ്ട്, പിന്നെ സെറ്റ് 1 വരും, പിന്നെ സെറ്റ് 2 വരും, പിന്നെ ആ സെറ്റ് 1, 1, 2 എണ്ണി നോക്കാം. 1, 2, 3, 4 ആണ്ട 4 കിട്ടി. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷനാണ് പവർ സെറ്റ്. ഇക്വേഷൻ പവർ സെറ്റ് ഓഫ് എ ഇസ് ഈക്വൽ ടു 2n, വേർ n ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ ദാറ്റ് സെറ്റ്. ഓക്കെ, ഇതാണ് സബ്സെറ്റ്, പവർ സെറ്റ്. ഇനി നമ്മൾ ലാസ്റ്റ് കാര്യം പഠിക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിനും ബാധകമാണ്. വളരെ ഇമ്പോർട്ടൻ്റ്, യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് that means U is the symbol. Universal set is the collection of all sets. For example, ഇപ്പോൾ A is equal to set 1, 2 എന്നിരിക്കട്ടെ. B എന്ന് പറഞ്ഞാൽ B is equal to 3, 4 എന്നിരിക്കട്ടെ. ഇതിൻ്റെ ഈ 2 സെറ്റിൻ്റെയും കൂടെ 2, 3, 4, 5 എത്ര ആയാലും, എത്ര സെറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷനാണ് യു. അപ്പോൾ യു എത്ര കിട്ടും? അതായത് യു ഇസ് ഈക്വൽ ടു, ഒരുമിച്ച് എഴുതിയാൽ മതി, ക്യാപിറ്റൽ യു ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ദ ബേസിക് സെറ്റ് ഈസ് കാൾഡ് യു. ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും കൂടെ കൂട്ടമാണ് യൂണിവേഴ്സൽ സെറ്റ് യു. ഇവിടെ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഇപ്പം സി ഇസ് ഈക്വൽ ടു സെറ്റ് 4, 5, 6 ഉണ്ടായിരുന്നു എങ്കിൽ ഇവിടെ ഒന്നുകൂടെ വന്നേനാ, ഇവിടെ കോമ, ഇവിടെ 4 വേണ്ട, റിപ്പീറ്റ് ചെയ്യില്ല സെറ്റിനകത്ത്. അപ്പം 4, 5, 6. അപ്പം കളക്ഷൻ ഓഫ് ആൾ സെറ്റ്, എല്ലാ സെറ്റിൻ്റെയും കൂടെ കളക്ഷനാണ് യൂണിവേഴ്സൽ സെറ്റ് യു. യു ഈസ് ദ സിംബൽ ഓഫ് ദിസ്. നമ്മളിന്ന് പഠിച്ചത് 4 കാര്യം പഠിച്ചു. സബ്സെറ്റ് മീൻസ് അതിന് ചിഹ്നം ഇതാണ്. വായിക്കേണ്ടത് എ സബ്സെറ്റ് ഓഫ് ബി,
നോട്ടാണെങ്കിൽ ഇങ്ങനെ എ നോട്ട് സബ്സെറ്റ് ഓഫ് ബി. നെക്സ്റ്റ് ഇൻ്റർവെൽസ് ആർ സബ്സെറ്റ് ഓഫ് ആർ. ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി മീൻസ് എയും ബിയും ഉണ്ട്, നമ്പേഴ്സുമാണ്. ഓപ്പൺ മീൻസ് എയും ബിയും ഇല്ല, അകത്തുള്ള നമ്പർ മാത്രം മതി. ഓപ്പൺ ഇൻ്റർവൽ 1,3 മീൻസ് 2 മാത്രം. ഓപ്പൺ എ ബി ക്ലോസ്ഡ്. ഓപ്പൺ ആയതുകൊണ്ട് എ ഇല്ല, ക്ലോസ് ആയതുകൊണ്ട് ബി ഉണ്ട്. ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി മീൻസ് ക്ലോസ് ആയതുകൊണ്ട് എ ഉണ്ട്, ഓപ്പൺ ആയതുകൊണ്ട് ബി ഇല്ല. ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. അടുത്തത് പവർ സെറ്റ്. പവർ സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സബ്സെറ്റ്. സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ കൂട്ടമാണ് പവർ സെറ്റ്. ടു ഫൈൻഡ് പവർ സെറ്റ് P of A, power set of A is equal to 2 raised to n, where n is the number of elements in that set. Last one, U. U means the collection of all set. എല്ലാ സെറ്റിൻ്റെയും കൂടെ കൂട്ടമാണ് യൂണിവേഴ്സൽ സെറ്റ് അഥവാ യു. ഓക്കെ, നമ്മൾ 4 കാര്യം പഠിച്ചു. ബുക്കിൽ എഴുതുക, എല്ലാ കാര്യവും ബുക്ക് ചെയ്ത് തന്നെ പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഫസ്റ്റ് അത് വളരെ ഈസിയാണ് സെറ്റ്. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് സെറ്റിൻ്റെ ബാക്കി പഠിക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേക്ക് ഓർമ്മ കാണാം. ലാസ്റ്റ് പറഞ്ഞത് യു ആണ്. യു ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്. ഇന്ന് പറയാൻ പോകുന്നത് തുച്ഛമായ 4 കാര്യം മാത്രം. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ചോദിക്കും, പഠിച്ചു പോവുക. ഇപ്പോൾ ഞാൻ എന്നും പറയുന്നത് തന്നെ, നിങ്ങൾ പഠിക്കുക. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം വന്നു തന്നെ പഠിച്ചെന്ന് ശ്രമിക്കുക. അത് മാത്രമല്ല, നോട്ട് ബുക്കിൽ എഴുതി തന്നെ പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുക, ബുക്കിൽ എഴുതുക, പേപ്പർ ചെയ്യുക, കൊണ്ടുവരിക. ഓക്കെ, ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്നതാണ് ഇത് 4 എണ്ണവും. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയിരിക്കുക. ഓപ്പറേഷൻ ഓൺ സെറ്റ്. ഫസ്റ്റ് യൂണിയൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാത്തമെറ്റിക്കൽ സിമ്പിളാണ് കൊടുത്തേക്കുന്നത്. യുവിന് കുറച്ചുകൂടെ എല്ലാം ചെയ്തത്. യൂണിയൻ മീൻസ്, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. B is equal to set 3, 4, 5, 6, 11. To find A union B, എഴുതേണ്ടത് A union B, വായിക്കേണ്ടത് A U B എന്ന് വായിക്കരുത്, A union B. A union B means all element present both A and B. എയിലും എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻസിൻ്റെയും കൂടെ കൂട്ടമാണ് എ യൂണിയൻ ബി. ഓക്കെ, എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 2, 3, ഇവിടുത്തെ 4. ഈ 3 എഴുതാൻ പറ്റൂല, കാരണം 3 എഴുതി കഴിഞ്ഞു. സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 1, 2, 3, 4, 5, 6, 11. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് യൂണിയൻ. ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻസിൻ്റെയും കൂടെ കൂട്ടമാണ് യൂണിയൻ. എ വായിക്കേണ്ടത് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6, 11. ഒന്ന് പഠിച്ചു.
അപ്പോൾ ഒന്നാണ് യൂണിയൻ, എഴുതിക്കോണം. ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് then A union B is all element present in A and B. എയിലും ബിയിലുമുള്ള എല്ലാ എലമെൻസിൻ്റെയും കൂടെ കൂട്ടമാണ് യൂണിയൻ. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഒന്നാമത് സംശയമാക്കൂല. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1,2,3, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3, 4, 5, 6, 11. അങ്ങനെയെങ്കിൽ എ യൂണിയൻ ബി ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി 1, 2, 3, 4, 5, 6, 11. അപ്പോൾ ഫസ്റ്റ് ഒന്ന് പഠിച്ചു. ഓക്കെ ഓക്കെ അടുത്തത് സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ ഈസ് ഇൻ്റർസെക്ഷൻ. അതിൻ്റെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ഇൻ്റർസെക്ഷൻ. ഇതിനെ വായിക്കേണ്ടത് ഇൻ്റർസെക്ഷൻ. അതായത് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 2, 3, 1, 2, 3. ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 2, 3, 4. അങ്ങനെയെങ്കിൽ രണ്ട് സെറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ കാണാൻ പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? യൂണിയൻ. എന്തുവാണ്? ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. പക്ഷേ ഇൻ്റർസെക്ഷൻ മീൻസ് ദ എലമെൻ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലുമുള്ള പൊതുവായിട്ടുള്ള എലമെൻറ്റ്സ്, കോമൺ നമ്പർ ഏതൊക്കെയാണ്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഇല്ല, അപ്പോൾ എഴുതാൻ പറ്റൂല. ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, അപ്പോൾ എഴുതാൻ പറ്റും. ഇവിടെ 3 ഉണ്ട്, 3 ഉണ്ട്, എഴുതാൻ പറ്റും. ഇവിടെ 4, ഇവിടെ 4 എഴുതാൻ പറ്റൂല. ചുരുക്കി പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ, കോമൺ നമ്പറാണ് 2, ഇവിടെയും 2, അപ്പോൾ 2, കോമൺ നമ്പർ 3 ഇവിടെയുണ്ട്. therefore എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 2, 3. അപ്പം ഇതും പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ. വാട്ട് ഇസ് യൂണിയൻ? ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. വായിക്കേണ്ടത് എ യൂണിയൻ ബി. ദ സിമ്പൽ ഈസ് ദിസ് യു. നെക്സ്റ്റ് വൺ ഈസ് ഇൻ്റർസെക്ഷൻ. ദാറ്റ് മീൻസ് കോമൺലി എലമെൻ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. എ എന്ന് പറയുന്ന സെറ്റിനകത്തും ബിക്കകത്തുമുള്ള കോമൺ എലമെൻ്റ് ആയിരിക്കും എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ അതുമായി. തേർഡ് വൺ ഈസ് ഡിഫറൻസ്. ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ, ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. സെക്കൻഡ് വൺ ഈസ് ഇൻ്റർസെക്ഷൻ, എലമെൻ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. ഡിഫറൻസ് മീൻസ് സിമ്പിൾ ഇസ് ദിസ്. ആണ് സിമ്പിൾ അതിൻ്റെ. ഇപ്പം സപ്പോസ് എ ഇസ് ഈക്വൽ ടു 1, 2, 3. ബി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3. അങ്ങനെയെങ്കിൽ എ വായിക്കേണ്ടത് എ മൈനസ് ബി. ഇത് വായിക്കേണ്ടത് എന്താണ്? എ മൈനസ് ബി. എ മൈനസ് ബി മീൻസ് ദ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ നോട്ട് ഇൻ ബി എന്ന് പറഞ്ഞാൽ എക്കകത്ത് കാണണം, ബി കാണാൻ പാടില്ല എന്ന് പറയാം. എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ നോട്ട് ബി. എലമെൻ്റ് എയിൽ കാണണം, ബിയിൽ കാണാൻ പാടില്ല. എയിൽ 1 ഉണ്ട്, ബിയിലില്ല. therefore എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 1. ഇവിടെയും എ 2 ഉണ്ട്, എഴുതാൻ പറ്റൂല. ഇവിടെയും 3 എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി മീൻസ് എലമെൻ്റ് പ്രസൻറ്റ് ഓൺലി ഇൻ എ നോട്ട് ഇൻ ബി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബി മൈനസ് എ കാണാം. ബി മൈനസ് എ മീൻസ് എലമെൻ്റ് പ്രസൻറ്റ് ഇൻ ബി നോട്ട് ഇൻ എ. അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എ മൈനസ് ബി എന്ന് വെച്ചാൽ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ നോട്ട് ഇൻ ബി. ദിസ് ഈസ് കാൾഡ് എലമെൻ്റ് പ്രസൻറ്റ് ഇൻ ബി നോട്ട് ഇൻ എ.
ഓക്കെ, ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഒന്ന് പറയാം. അപ്പോൾ അതുമായി വാട്ട് ഇസ് യൂണിയൻ? യൂണിയൻ മീൻസ് ആൾ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി, ഇൻ്റർസെക്ഷൻ എലമെൻറ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. ഡിഫറൻസ് എ മൈനസ് ബി മീൻസ് എലമെൻറ്റ് ഓൺലി പ്രസൻറ്റ് ഇൻ എ നോട്ട് ഇൻ ബി. ബി മൈനസ് എ എലമെൻറ്റ് ഓൺലി പ്രസൻറ്റ് ഇൻ ബി നോട്ട് ഇൻ എ. എലമെൻറ്റ് ബിയിൽ കാണണം, എ കാണാൻ പാടില്ല. ഓക്കെ ഓക്കെ അടുത്തത് ലാസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ് മീൻസ് എ is equal to set 1 2. Complement means the symbol of this is called, ഇതിനെ വായിക്കേണ്ടത് എ കോംപ്ലിമെൻ്റ് വായിക്കേണ്ടത് എ കോംപ്ലിമെൻ്റ്. The definition of a complement means a complement is equal to, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയുണ്ട് ഓർ ഇങ്ങനെയും പറയാം. ദിസ് ഇസ് കാൾഡ് എ കോംപ്ലിമെൻ്റ്, ഇങ്ങനെയും പറയാം. വായിക്കേണ്ടത് എ കോംപ്ലിമെൻ്റ്. എ കോംപ്ലിമെൻ്റ് ദ ഡെഫിനിഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു യു മൈനസ് എ. നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച സാധനമാണ്. ഡിഫറൻസ് എഴുതിക്കോണം. എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ നോട്ട് ഇൻ ബി. Therefore, A dash is equal to U minus A. Element present in U, not in A. ഇവിടെ നമുക്ക് A അറിയാം. 1,2 1,2 ആണ് A. 1,2 ആണ് A. U എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ്. U is equal to 1 2 3 4 5. We have to find A complement. This is called U minus A. Element present in U, not in A. യുവിൽ കാണണം, എ കാണാൻ പാടില്ല. യുവിൽ 1 ഉണ്ട്, എയിൽ 1 ഉണ്ട്, എഴുതാൻ പറ്റൂല. യുവിൽ 2 ഉണ്ട്, എയിൽ 2 എഴുതാൻ പറ്റൂല. പക്ഷേ 3 4 5 യുവിലുണ്ട്, എയിലില്ല. Therefore, A complement equal to set of all 3 4 5. ഇത് 4 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. എക്സാം ഉണ്ട് എങ്കിൽ ഈ ക്വസ്റ്റ്യനും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ചോദിക്കും ഒരെണ്ണം. ഓക്കെ, ഒന്ന് പറയാം. ഹെഡിങ് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് എഴുതുക. ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ. ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ആൾ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. എയിലും ബിയിലും ഉള്ള എല്ലാ എലമെൻറ്റുമാണ് എ യൂണിയൻ ബി. അടുത്ത സെക്കൻഡ് വൺ ഈസ് ഇൻ്റർസെക്ഷൻ. എലമെൻറ്റ് കോമൺലി പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. ഡിഫറൻസ് ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്, അങ്ങനെയെങ്കിൽ എ മൈനസ് ബി എലമെൻറ്റ് പ്രസൻറ്റ് ഓൺലി ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. എ മൈനസ് ബി മീൻസ് എലമെൻറ്റ് എയിൽ കാണും, ബിയിൽ കാണാൻ പാടില്ല. തിരിച്ചും പറയാം, ബി മൈനസ് എ എലമെൻറ്റ് പ്രസൻറ്റ് ഓൺലി ഇൻ ബി നോട്ട് ഇൻ എ. ബിയിൽ കാണും, എ കാണാൻ പാടില്ല. ലാസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻറ്റ്. ഇതാണ് അതിൻ്റെ ചിഹ്നം. വായിക്കേണ്ടത് എ കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ എഴുതാം, ഇങ്ങനെയും എഴുതാം. ദ ഡെഫിനിഷൻ ഓഫ് ദിസ് ഈസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ. എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ യു നോട്ട് ഇൻ എ. എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു യു മൈനസ് എ. ഓക്കെ, ഇത്രയും പഠിക്കുക. നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എഴുതുക, ബുക്കിൽ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതി പഠിക്കുക. എൻ്റെ ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിൻ്റെയും മാർക്ക് 3 4 ഒക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 1 ലെറ്റ് എ ഇസ് ഈക്വൽ ടു. ക്വസ്റ്റ്യൻ 1 ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ കോമ ബി, എ കോമ ബി, കോമ ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ കോമ
ബി കോമ സി. ക്വസ്റ്റ്യൻ ഒന്ന് അല്ലെങ്കിൽ എ ഈസ് ആണോ എ സബ്സെറ്റ് ഓഫ് ബി. ക്വസ്റ്റ്യൻ ഒന്ന് എ സബ്സെറ്റ് ഓഫ് ബി. അടുത്ത ക്വസ്റ്റ്യൻ 2 വാട്ട് ഈസ് അല്ലെങ്കിൽ ഫൈൻഡ് എ യൂണിയൻ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യൻ ഒന്ന് ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ കോമ ബി ബി ഇസ് ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് എ യൂണിയൻ ബി. സബ്സെറ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആവണമെങ്കിൽ ആൾ എലമെൻറ്റ്സ് ഓഫ് എ ഈസ് പ്രസൻറ്റ് ഇൻ ബി. എക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലും കാണണം. എക്കകത്ത് എയും ബിയും ഉണ്ട്, അത് ബിയിലുണ്ട് എയും ബിയും സിയും എന്ന് പറഞ്ഞാൽ യെസ്. ഫസ്റ്റിൻ്റെ ആൻസർ യെസ് എ സബ്സെറ്റ് ഓഫ് ബി. കാരണം ബിക്കോസ് റീസൺ ആൾ എലമെൻറ്റ്സ് ഓഫ് എ ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ ബി. എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട് ആണ് കാരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ഫൈൻഡ് എ യൂണിയൻ ബി. ഹിയർ എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. യൂണിയൻ മീൻസ് ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. എക്കകത്തും ബിക്കകത്തുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും കൂട്ടമാണ് എ യൂണിയൻ ബി. ദെർഫോർ എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി. എ കോമ ബി കോമ സി. ദിസ് ഇസ് ദ ആൻസർ. എഴുതുക. യെസ്. ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് യെസ് എ സബ്സെറ്റ് ഓഫ് ബി. എ സി എന്ന് വായിക്കരുത്, എ സബ്സെറ്റ് ഓഫ് ബി. ക്വസ്റ്റ്യൻ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ ബി സി. ഓക്കെ, എഴുതുക. കണക്ക് ചെയ്യുമ്പോൾ അത് എഴുതി പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ let x is equal to set of all a b c d. Y is equal to set of all f b d g. Question find question find x minus y. B question y minus x. C question x intersection y. Question 1 x is equal to set a comma b comma c comma d. Y is equal to set f b d g. Question find x minus y, y minus x, x intersection y. Question A, x minus y. X minus y means difference. Element present in x but not in y. അതായത് എക്സിനകത്ത് എലമെൻ്റ് ഉണ്ടാകണം, അത് ബാക്കിയകത്ത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എലമെൻ്റ് പ്രസൻറ്റ് ഇൻ എക്സ് നോട്ട് ഇൻ വൈ. ഇതിനകത്ത് എ ഉണ്ട്, ഇവിടെ എ ഇല്ല. ദെർഫോർ എക്സ് മൈനസ് വൈ ഒരെണ്ണം കിട്ടി. എ എക്സിൽ കാണണം, വൈയിൽ കാണാൻ പാടില്ല. എക്സിൽ ഉണ്ടാവണം, വൈയിൽ ഉണ്ടാകാൻ പാടില്ല. എ എക്സിലുണ്ട്, വൈയിലില്ല, അപ്പം എ. അടുത്തത് ബി ഇവിടെയുണ്ട്, ഇവിടെയും ഉണ്ട്, എഴുതാൻ പറ്റൂല. സി എയിൽ മാത്രമേ ഉള്ളൂ, അപ്പം എ കോമ സി കോമ ഡി അവിടെയും ഇവിടെ ഉണ്ട്. ദെർഫോർ
x minus y is equal to a comma c. Second question, y minus x element only present in y not x. x y ൽ കാണണം, y ൽ എലമെൻറ്റ് കാണണം, ആ എലമെൻറ്റ് എക്സ് കാണാൻ പാടില്ല എന്ന് പറയുമ്പം ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ y ൽ ഉണ്ടാവണം, എക്സിൽ കാണാൻ പാടില്ല. y ൽ എഫ് ഉണ്ട്, എക്സിൽ എഫ് ഇല്ല, ദർഫോർ എഫ്. ഓക്കെ, y ൽ ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്, എഴുതാൻ പറ്റൂല. y ൽ ഡി എഴുതാൻ പറ്റൂല. y ൽ ജി എക്സിൽ ഇല്ല, അപ്പം എഫ് കോമ ജി. ലാസ്റ്റ് ആൻസർ സി, എക്സ് ഇന്റർസെക്ഷൻ വൈ ഈക്വൽ ടു കോമൺ എലമെൻറ്റ് പ്രസൻറ്റ് ബോത്ത് എക്സ് ആൻഡ് വൈ. എക്സിലും വൈയിലുള്ള കോമൺ നമ്പർ, എക്സിലും വൈയിലുള്ള കോമൺ നമ്പർ ഒന്ന് ബിയും ഡിയും ഡിയും. ദർഫോർ എക്സ് ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ബി കോമ ഡി. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മാർക്ക് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, 2 or 3 ആയിരിക്കാം. അപ്പോൾ ഒന്ന് പറയാം, എക്സ് ഇസ് ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി കോമ ഡി, വൈ ഇസ് ഈക്വൽ ടു സെറ്റ് എഫ് കോമ ബി കോമ ഡി കോമ ജി. ഫൈൻഡ് എക്സ് മൈനസ് വൈ. ഹിയർ എലമെൻറ്റ് പ്രസൻറ്റ് എക്സ് നോട്ട് വൈ. എക്സിൽ കാണണം, വൈയിൽ കാണാൻ പാടില്ല. വൈ മൈനസ് എക്സ്, വൈയിൽ കാണണം, എക്സിൽ കാണാൻ പാടില്ല. എലമെൻറ്റ് കോമൺലി പ്രസൻറ്റ് എക്സ് ആൻഡ് വൈ എഴുതുക. ഓക്കെ, എഴുതുക, പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എക്സാം ഉണ്ടോ ഈ ക്വസ്റ്റ്യനെ കാണും. ഓക്കെ, എളുപ്പമുള്ള പടമാണ് പഠിക്കുന്നത് നമ്മൾ. ക്വസ്റ്റ്യൻ, ലെറ്റർ യു ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. A is equal to set of all 2, 3. B is equal to set of all 3, 4, 5. First question, find A question, find A complement. Second question, B complement. Question 1 to find A complement. Second one to find B complement. First one is called A complement means ബുക്കിൽ കാണും, നോക്കിയാൽ മതി, യു മൈനസ് എ അല്ലേ. എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ യു നോട്ട് ഇൻ എ എന്നർത്ഥം. അപ്പോൾ ഏതോ ഒരു നമ്പർ യുവിലുണ്ട്, എയിലില്ല. യുവിൽ 1 ഉണ്ട്, എയിൽ 1 ഇല്ല. ദെർഫോർ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 2ഉം 3ഉം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഇതും ഇവിടെയുണ്ട്, കോമൺ നമ്പറാണ്, വേണ്ട. 3ഉം ഇവിടെയുണ്ട്, അപ്പം 1, 4, 5, 6. അപ്പം എ ഡാഷ് ഇസ് ഈക്വൽ ടു 1, 4, 5, 6. എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ യു നോട്ട് ഇൻ എ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ, ഇത് എ ക്വസ്റ്റ്യൻ ആൻസർ. ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു യു മൈനസ് ബി, യു മൈനസ് ബി. എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ യു നോട്ട് ബി. യുവിൽ കാണണം, ബിയിൽ കാണാൻ പാടില്ല. ദെർഫോർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ. യുവിൽ 1 ഉണ്ട്, 1, ബിയിലും 1 ഇല്ല. അപ്പം 1, 3, 4, 5 ഒഴിച്ചാൽ മാത്രം മതി. 3 ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റൂല. 4 ഇവിടെയുണ്ട്, ഇവിടെ ഉണ്ട്, എഴുതാൻ പറ്റൂല. 5 ഇവിടെയുണ്ട്, എഴുതാൻ പറ്റൂല. ബാക്കിയുള്ളത് 1, 2, പിന്നെ 6. ബി ഡാഷ് ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 6. അപ്പോൾ ഇത്രയും എഴുതുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഒന്ന് പറയാം,
നമ്മളിന്ന് 4 കാര്യം മാത്രം പഠിച്ചോളൂ. ഒന്ന്, യൂണിയൻ. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്, their union is all element present in A and B. Intersection. If A and B are two sets, therefore A intersection B element commonly present in A and B. എയിലും ബിയിലുള്ള കോമൺ നമ്പറാണ് എ ഇൻറ്റർസെക്ഷൻ ബി. അടുത്തത് ഡിഫറൻസ്. എയും ബിയും 2 സെറ്റാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ നോട്ട് ഇൻ ബി, അതായത് എയിൽ കാണണം ബിയിൽ കാണാൻ പാടില്ല എന്നർത്ഥം. ലാസ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻറ്റ്. ഇഫ് എ ഈസ് എ സി സെറ്റ്, അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഈസ് യു മൈനസ് എ. എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ യു നോട്ട് ഇൻ എ. യുവിൽ ഉറപ്പായിട്ട് കാണണം, എയിൽ കാണാൻ പാടില്ല. അതർവൈസ് ബി കോംപ്ലിമെൻറ്റ് യു മൈനസ് ബി, എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ യു നോട്ട് ഇൻ ബി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്കിലെഴുതി പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് അത് എഴുതുക. 2 പ്രാവശ്യം വീതം പേപ്പറിലോ വേസ്റ്റ് ബുക്കിലോ ചെയ്യുക. ഇവിടെ കൊണ്ടുവരിക ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ ബാക്കി കാര്യം നമ്മൾ ഇനി അടുത്ത പഠിക്കുന്നതായിരിക്കും. താങ്ക്സ്.